പൊന്നാനിയിലെ കെ.എസ്. ഹംസയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ CPIM ലക്ഷ്യം വെക്കുന്നത് സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ പിന്തുണയാണ്. AP വിഭാഗത്തിന് സ്വീകാര്യനായ കെ.എസ്. ഹംസയ്ക്ക് ലീഗ് വോട്ടുകൾ പിളർത്താൻ കഴിഞ്ഞാൽ മണ്ഡലത്തിൽ അട്ടിമറി സാധ്യമാകും എന്നാണ് CPIM വിലയിരുത്തൽ. CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, CPIM എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ മത്സരം കാഴ്ചവെക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയിട്ടുള്ളത്. ഔദ്യോഗികമായി പ്രഖ്യാപനം വരുന്നതേയുള്ളൂ. അല്പസമയം മുമ്പ് എറണാകുളത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷൈൻ്റെ പ്രതികരണം ആണ് നമ്മൾ പ്രേക്ഷകർക്ക് നൽകിയത്. അതോടൊപ്പം ഹംസ മത്സര രംഗത്തേക്ക് എത്തുന്നു. അത് മുൻ ലീഗ് നേതാവ് കൂടിയാണല്ലോ അദ്ദേഹം. അദ്ദേഹത്തെ മത്സരിപ്പിക്കുമ്പോൾ എന്താണ് CPIM ലക്ഷ്യം വയ്ക്കുന്നത്? അഭിലാഷ്, ചോദ്യം ആവർത്തിക്കാമോ? ഹംസയെപ്പോലെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ CPIM എന്താണ് ലക്ഷ്യം വെക്കുന്നത്? അഭിലാഷ, നമുക്കറിയാം പൊന്നാനി മണ്ഡലം കാലങ്ങളായിട്ട് 2009 മുതൽ ഇടതുപക്ഷത്തിന്റെ ഒരു പരീക്ഷണശാലയാണ്. 2009 ഹുസൈൻ രണ്ടത്താണി മത്സരിക്കുന്നു. 2014 V. അബ്ദുറഹ്മാൻ, അന്ന് അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവായിട്ട് അതിൽ നിന്നും ഇടതുപക്ഷത്തേക്ക് വന്ന സമയം. അതിനുശേഷം 2019 PV അൻവർ മത്സരിക്കുന്നു. ഒക്കെ സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ ഒരു ശ്രമം അവിടെ നിന്നും വലതുപക്ഷത്തു നിന്നും ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് വലതുപക്ഷത്തെ വോട്ടുകൾ പിളർത്തി അത്തരത്തിൽ വിജയം നേടാൻ കഴിയുമോ? അതായത് തവനൂരാകട്ടെ, നിലമ്പൂരാകട്ടെ, താനൂരാകട്ടെ, ഇവിടെയെല്ലാം ഇടതുപക്ഷം നിയമസഭയിലേക്ക് പയറ്റുന്ന തന്ത്രമാണ് ഇവിടെ പൊന്നാനിയിൽ ഇത്തവണയും ആവർത്തിക്കുന്നത്. എന്നാണെങ്കിലും കെ.എസ്. ഹംസയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹംസയ്ക്ക് ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തൽ ഹംസയ്ക്ക് സമസ്തയുടെ പിന്തുണ, അതായത് EK വിഭാഗത്തിന്റെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയുണ്ട്. ഇന്ന് നമുക്കറിയാം ലീഗ് നേതൃത്വമായി ഇടഞ്ഞു നിൽക്കുകയാണ് സമസ്തയിലെ ഒരു വിഭാഗം. അവരുടെ പിന്തുണ ഹംസയ്ക്ക് നേടാനാകും. അവരിലൂടെ ആ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും. അതോടൊപ്പം AP വിഭാഗത്തിന്റെ പിന്തുണയുണ്ട്. ഇതിനൊപ്പം ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ മുഴുവൻ കൃത്യമായ രീതിയിൽ തന്നെ പോൾ ചെയ്താൽ പൊന്നാനിയിൽ ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയും എന്നൊരു കണക്കുകൂട്ടലാണ് ഇടതുപക്ഷത്തിനുള്ളത്. അതുകൊണ്ടാണ് കെ.എസ്. ഹംസയെ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് മറുവശത്തേക്ക് ചിന്തിക്കുകയാണെങ്കിൽ ലീഗിനെ സംബന്ധിച്ച് ഹംസ സ്ഥാനാർത്ഥിയായി വരുന്നത് ലീഗ് ഒരിക്കലും കണക്ക് കൂട്ടിയിട്ടില്ല. ലീഗിലെ ഉന്നതർക്കെതിരെ, പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ നിശ്ചിത വിമർശനം നടത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളെക്കെതിരെ പോലും വിമർശനങ്ങൾ ഉയർത്തിയാണ് ഹംസ ലീഗിൽ നിന്നും പുറത്താകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ലീഗിലെ ഒരു വിഭാഗം ഹംസയ്ക്ക് മൗനമായിട്ട് പിന്തുണ നൽകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ലീഗിലെ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ കൂടി തനിക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷയാണ് ഹംസയ്ക്കുള്ളത്. മറുവശത്ത് ലീഗാണെങ്കിൽ ഹംസയുടെ സ്ഥാനാർത്ഥിത്വം ഒരു വെല്ലുവിളിയാകില്ല എന്ന കണക്കുകൂട്ടൽ തന്നെയാണ് ഉള്ളത്. ലീഗിലെ ഉന്നതരൊക്കെ തന്നെ ഈ പറയുന്നത് ഹംസയാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ പോലും ഇടതുപക്ഷത്തിൽ സ്ഥാനാർത്ഥിക്ക് ലഭിക്കണമെന്നില്ല എന്നൊരു കണക്കൂട്ടിലാണ് ലീഗിന് ഈ ഒരു ഘട്ടത്തിൽ ഉള്ളത്. എന്താണെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഒന്നിനു ശേഷമേ നമുക്ക് ഹംസയുടെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ ലഭിക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. പക്ഷേ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് ശേഷമേ എന്തെങ്കിലും തരത്തിലുള്ള മാധ്യമങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയൂ എന്ന ഒരു നിലപാടാണ് അദ്ദേഹത്തിനുള്ളത്. എന്താണെങ്കിലും ഈ ഒരു ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥികളെ ഒരു കൃത്യമായ ധാരണയാക്കിയതോടെ ഏറെ വൈകാതെ തന്നെ ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും. സമദാനിയും ETയും മണ്ഡലം മാറി മത്സരിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. എന്തായാലും കൃത്യമായ കണക്കുകൂട്ടലുകളോടെയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥികളെ രംഗത്തേക്ക് ഇറക്കുന്നത്.